കഞ്ഞിവെള്ളം ഇനി ആരും കളയല്ലേ. കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ, കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സോഫ്റ്റ് കാണാൻ മൊഞ്ച് പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വെച്ചിട്ടുള്ള ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ല ഫ്രഷ് വെള്ളം തന്നെ എടുക്കാൻ നോക്കാം. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിയില്ലാത്ത നിറവിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഭാഗം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഊറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് കട്ടിയുള്ള ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കുന്നത്. മട്ടരിയുടെ ചോറ് വെച്ചിട്ടുള്ളതാണെങ്കിലും എടുക്കട്ടോ, ഏത് അരിയുടെ കഞ്ഞിവെള്ളം വെച്ചിട്ടും ഈ ഒരു സൂപ്പർ പലഹാരം നമുക്ക് റെഡിയാക്കാം. ഒന്നുകൂടി ടേസ്റ്റ് മട്ടരിയുടെ ആ ഒരു നല്ല കുറുകിയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ്. കണ്ടല്ലോ, നല്ല കുറുകിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു ചോറിൻ്റെ കലത്തിൽ താഴെ ഭാഗത്തേക്ക് ചോറൊക്കെ ഊറ്റിയിട്ട് തെളിഞ്ഞ ഭാഗം മുകളിൽ ഇങ്ങനെ നിൽക്കും, താഴെ ഭാഗത്ത് ഇങ്ങനെ ഊറി കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, അത് നോക്കിയെടുത്തിട്ട് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. അളവ് നോക്കുമ്പോൾ നമ്മളൊക്കെ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിന് 2.25 ഗ്ലാസ്സാണ് കേട്ടോ ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലൊക്കെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയുടെ പകരം കോൺഫ്ലവറിൻ്റെ പൗഡറും വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അരിപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാണ്. ഒന്നെങ്കിൽ സ്പൂൺ എടുക്കുക, അല്ലെങ്കിൽ വിസ്കൊക്കെ ഉപയോഗിച്ചിട്ട് കട്ടയില്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ അരിപ്പയിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കും. അപ്പോൾ മുഴുവനും വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് അരിപ്പൊടിയായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ. സിമ്പിൾ റെസിപ്പി അല്ലേ, കഞ്ഞിവെള്ളമൊക്കെ ഇല്ലാത്ത വീടുകൾ എവിടെയല്ലേ ഉള്ളത്. ഇതിൽ നമ്മൾ ചേർക്കുന്നതും നമ്മുടെ അടുക്കളയിൽ എപ്പോഴുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. എവിടെയും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലോട്ടുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടൊരു കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്താൽ ഇത് ഒരുപാട് സമയം നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല കറുത്ത ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പലഹാരം നല്ലൊരു കറുത്ത ഹലുവയുടെ അതേ ഒരു കളറിലോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് കിട്ടിയത് അത്ര വലിയൊരു നിറമൊന്നുമില്ല, എന്നാലും നമുക്കവിടെ ഒപ്പിക്കല്ലേ. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്തത്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മുടെ ആ ഒരു പലഹാരത്തിനൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടൊന്ന് കോരി മാറ്റുകയാണ്. അണ്ടിപ്പരിപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നട്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയൊക്കെ ഒത്തിരി വിലയാണ്, എന്നാലും തേങ്ങയുടെ ഒരു 2 പൂള് തേങ്ങാപ്പൂളും കണ്ട് എടുത്തിട്ട് ചെറുതായിട്ട് കുഞ്ഞാക്കി കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഒന്ന് വറുത്ത് കോരുക. നമുക്ക് ഈ ഒരു പലഹാരത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ 2 പൂളെടുത്തിട്ട് ഇതുപോലെ കുഞ്ഞാക്കി നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു നെയ്യിലിട്ടിട്ട് ഒന്നങ്ങോട്ട് മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം കഴിക്കുമ്പോഴേ നല്ല രുചിയാണ് കേട്ടോ. ഇടയ്ക്ക് ഈ ഒരു തേങ്ങ കൊത്തുകൂടി കിട്ടുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാക്കണ്ട, ജസ്റ്റ് ഒരു ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടായി ഒന്ന് കളറിങ്ങനെ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. തേങ്ങാക്കൊത്തൊക്കെ ഒരു ബൗളിലോട്ട് അങ്ങോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഈ ഓൾറെഡി ഇതിൽ കുറച്ചൊരു 1/2 ടീസ്പൂൺ നെയ്യിലൊരു ഇച്ചിരി ബാക്കിയുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളവും അരിപ്പൊടിയും ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിതാ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചാൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കടായൊക്കെ എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യട്ടോ. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തോളൂ. കാരണം ഇതിൽ അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ ഇത് കുറുകൂലേ, പെട്ടെന്ന് കുറുകി വരും. തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇപ്പോഴും ഇട്ട് കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, കഞ്ഞിവെള്ളവും അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുറുകി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളൊരു 3 അച്ച് ശർക്കര ഇതിലോട്ട് ഉരുക്കി മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ശർക്കരപ്പാനി നല്ല കട്ടിയോട് കൂടിയിട്ടാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇനിയിപ്പോൾ മധുരത്തിൻ്റെ അളവൊന്ന് കൂട്ടണം എന്നുള്ളവർക്ക് ഒരച്ച് ശർക്കര കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 3 അച്ച് എടുത്തുള്ളൂ. നമുക്ക് കറക്റ്റ് മധുരം ഉണ്ട് കേട്ടോ. ശർക്കര കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നല്ല കറുത്ത ഹലുവയാണ് കേട്ടോ. ഹലുവയ്ക്ക് ഇഷ്ടമല്ലാത്ത ആരല്ലേ ഉള്ളത്. പക്ഷേ ഇതിന് ഒരുപാട് നെയ്യോ തേങ്ങാപ്പാലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും ഒരു 1.5-2 ടീസ്പൂൺ നെയ്യ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. നെയ്യ് തന്നെ വേണമെന്നില്ല, നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, അതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നെയ്യാകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ കുറുകി ഒന്ന് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചട്ടിയുടെ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോഴേക്കും തന്നെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചൂട് കയറിയിട്ട് കരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മുക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരം ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ എടുക്കാം, ഓയിലൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ എടുക്കണ കുഴപ്പമില്ല, ഓയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഹെൽത്തി ആയി തോന്നൂല എന്നല്ല, ഹെൽത്തി അല്ലല്ലോ അല്ലേ. അപ്പോൾ നെയ്യൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തോളൂ. നന്നായിട്ട് കുറുകി വരുന്നതായിട്ട് കാണാം. ഈ ഒരു ചട്ടിയിൽ നിന്നും വിട്ട് കിട്ടുന്ന പരിവാണ് കേട്ടോ. ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. സിമ്പിളാണ് കേട്ടോ, ഒത്തിരി സമയമൊന്നും ആവില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയൊക്കെ കഴിക്കാമല്ലോ. പ്രത്യേകിച്ച് മഴയ്ക്ക് പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നും. ഇതുപോലെയൊക്കെ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മളെ ചട്ടിയിൽ നിന്ന് ഏകദേശം ഇങ്ങനെ ഒന്ന് ഇളകി സെറ്റായിട്ട് വരാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക, കൂട്ടി വെക്കല്ലേ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് എന്ത് ചെയ്യണം, കുറച്ച് ഏലക്കയുടെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും ഒന്ന് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ അപ്പോൾ ഇതിങ്ങനെ കട്ടാന്ന് കരുതണ്ട. നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കയും പൊടിച്ച് വെച്ച പൊടി പഞ്ചസാര ചെറുതായിട്ടൊന്ന് അലിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വീടുകളിൽ കിട്ടും. ഒരുപാട് തേങ്ങയും വേണ്ട, 2 തേങ്ങാപ്പൂൾ മാത്രം മതിയല്ലേ. പിന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടിയും കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ചോറൊക്കെ വെന്ത് ചോറ് ഊറ്റി വെച്ചിട്ട് കഞ്ഞിവെള്ളം അങ്ങോട്ട് തൊടുക്കോ, പശുക്കളൊക്കെ ആടിക്കണ്ടെങ്കിൽ അതിലോട്ടായിരിക്കും നമ്മൾ പൊതുവെ വയ്ക്കുന്നല്ലേ. പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പുറത്തേക്കാണ്ട് ഒഴിവാക്കും, അല്ലെങ്കിൽ സിങ്കിലൂടെ കണ്ട് ഒഴുക്കി കളയും. അപ്പം അതിനൊന്നും നിൽക്കണ്ട, ഇതുപോലെ നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരു ഹലുവ വാങ്ങി കഴിക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം. ഇതിപ്പോൾ വലിയൊരു ചിലവോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നമ്മൾ അടുക്കളയിലുണ്ട്. പിന്നെ ഇപ്പോൾ എന്തിനാ മടിക്കണേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറുകി ചട്ടിയിൽ നിന്നും വിട്ട് കിട്ടുന്ന ഒരു സമയമായി തുടങ്ങി. ഇതിലോട്ട് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുകയാണ്. ശർക്കരയും പിന്നെ ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാഞ്ഞാൽ പിന്നെ നമ്മളുണ്ടാക്കുന്ന ഹലുവ മധുരമില്ലാത്ത പോലെ തോന്നും. ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ അയക്കരുത്. നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് അതൊന്നും ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തു. മുഴുവനായിട്ട് ഞാൻ എടുത്തതോടെ 2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ്. കുറച്ച് മതി. പിന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നല്ല ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത്ര നെയ്യ് വേണ്ട, 1 ടീസ്പൂൺ മതി എന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കട്ടോ. നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഡ്രൈ ആയി വന്നു. കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കളറ് കിട്ടിയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ശർക്കര ചേർക്കാൻ പറ്റാത്തവർക്ക് പഞ്ചസാര വെച്ചിട്ടും ചേർത്തെടുക്കുക. അതുപോലെ തന്നെ നല്ല പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല പിങ്ക് കളർ ഹലുവ കിട്ടും. ഇനിയിപ്പോൾ യെല്ലോ കളർ ഹലുവയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് റെഡിയാക്കി എടുത്താലും മതി. അപ്പോൾ ചട്ടി ഏകദേശം വിട്ട് വരുന്ന സമയമായി തുടങ്ങി. കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതിലോട്ട് നമ്മൾ നെയ്യോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ 2 ടീസ്പൂൺ നെയ്യ് മാത്രം മതി. കണ്ടല്ലോ, സ്പാച്ചിലയിലോ ചട്ടിയിലോ ഒന്നും ഒട്ടിപ്പിടിക്കാതെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നൊരു ഈ ഒരു സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാൻ ഒരു കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നൊരു ടിന്നിൽ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ് കേട്ടോ. അതൊക്കെ താല്പര്യമുള്ളവർ ചെയ്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ 2-3 തേങ്ങാപ്പൂൾ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ പിന്നെ വീഡിയോയിലൊക്കെ ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ പാത്രം തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന് ചോറ്റുപാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. നമ്മൾ ചോറ് വയ്ക്കുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ വട്ടത്തിലുള്ള, അങ്ങനെ ഏതെങ്കിലും ഒരു ഷേപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ ഏത് പാത്രം എടുത്തിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഈ അടിപൊളി ഹൽവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ആ ടിന്നിലോട്ട് നേരിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ നെയ്യൊക്കെ ചേർത്തിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിന്നൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒഴുകി പോകുന്ന ഈ ഒരു രീതിയാവുന്ന സമയത്താണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഏത് പാത്രത്തിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സിമ്പിളല്ലേ പരിപാടി. ഇത്രയും ഏകദേശം ഒരു 2-2.25 കപ്പ് കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി ഹൽവ റെഡിയാക്കിയത്. അപ്പോൾ ഇനി ആരും പുറത്ത് ഒഴുക്കി കളയല്ലേ. ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ഹൽവയൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതില്ലെങ്കിൽ നമുക്ക് തേങ്ങയും ചേർക്കാം കേട്ടോ. 2 പൂള് തേങ്ങ പോരെ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നമുക്ക് സ്പാച്ചുലയോ കത്തിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് തട്ടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നല്ല രീതിയിൽ തന്നെ ഇത് സെറ്റായി വരും കേട്ടോ. നമുക്കൊരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് ഇതേപോലെ തട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയായിട്ട് നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്ഷനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. ഇത് കഴിക്കാനായിട്ട് മക്കളെ നല്ല രുചിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് യാതൊരു വിലയില്ലാതാക്കണ്ട. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്കിത് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾവശത്തൊക്കെ നട്ട്സ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അതുമേലൊക്കെ ഇങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പതുക്കെ തട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടൂല കേട്ടോ. അതുപോലെ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് പതുക്കെ കട്ട് ചെയ്യട്ടോ. ആ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരേണ്ടി വരും. പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്ലിയർ കിട്ടൂല. അപ്പോൾ കണ്ടല്ലോ എത്ര സോഫ്റ്റാണ്. ഇതാ ഞാൻ ഇങ്ങനെ പതുക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതാ ഈ തലക്കുന്ന ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഹൽവ അതുപോലെ തന്നെയാണ് കേട്ടോ. അത്ര അങ്ങോട്ട് കട്ടിയായി തോന്നൂല, എങ്കിലും കുഴപ്പമില്ല. പിന്നെ പല ഹൽവയും പല രൂപത്തിലല്ലേ. ചിലത് നല്ല കല്ല് പോലെ ആയിരിക്കും. നമ്മൾ ഒത്തിരി കാശ് കൊടുത്ത് വാങ്ങിയാലും കല്ല് പോലെ ആയിരിക്കും. അത് കടിക്കാനോ കഴിക്കാനോ വലിയ രുചി ഉണ്ടാവില്ല. സാധാരണയായിട്ട് കറുത്ത ഹൽവ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മളിങ്ങോട്ട് കടിക്കുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞിറങ്ങുന്ന രുചിയാണ്. അതുപോലെ തന്നെ ഇതും ഒരുപാട് ഹാർഡല്ല കേട്ടോ, എന്നാൽ ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് അല്ല. ആ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് എത്ര സ്മൂത്ത് ആൻഡ് സോഫ്റ്റാണ്. അതിലുപരി ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ഇനി ഞാനൊരൊറ്റ പീസ് എടുത്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ നട്ട്സൊന്നും ഇല്ലാത്തൊരു പീസായിട്ട് എടുക്കാൻ പോണത്. ഇതിൽ നമുക്ക് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. കണ്ടല്ലോ, ഉൾവശത്തൊക്കെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ. എല്ലാവരും ഉണ്ടാക്കട്ടെ. ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഒരുപാട് നെയ്യോ അങ്ങനെയൊന്നുമില്ല. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനിയിപ്പം നെയ്യ് കുറച്ച് കുറക്കണം എന്നുള്ളവർക്ക് 1 ടീസ്പൂൺ നെയ്യിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും നല്ല പെർഫെക്ഷനായിട്ട് കിട്ടും. പിന്നെ ശർക്കര എടുക്കുന്ന നേരത്ത് ഒരു കറുത്ത കളർ ശർക്കര വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഹൽവ കറുപ്പ് കളറായിട്ട് കിട്ടും കേട്ടോ. അപ്പം കാണാനും മൊഞ്ചായിരിക്കും.
ഓ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരൊറ്റ തവണ ചെയ്യ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.